മെക്കാളെ സാഹിബ് രാജ്ഞിക്ക് എഴുതിയ കത്താണ്. രാജ്ഞിയോടായി പറഞ്ഞു, ഇവിടെ 30 ലക്ഷം ഗംഭീരമായി പ്രവർത്തിക്കുന്ന ഗുരുകുലങ്ങളുണ്ട്. ഈ ഗുരുകുലങ്ങളിൽ നിന്ന് അപാരമായിട്ടുള്ള അറിവാണ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാം എല്ലാം ഒന്നുകൂടി മനസ്സ് ഉറപ്പിക്കേണ്ടതുണ്ട്. ദശാവതാരത്തിന്റെ ക്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ അവതാരം മത്സ്യകൂർമ്മ വരാഹശ്യ നരസിംഹശ്ച വാമന രാമേ രാമേതി രാമശ്ച കൃഷ്ണ ഖഡ്ഗീത്യം ഈ ദശാവതാരത്തിന് പറഞ്ഞു വെക്കുന്നത് 10 ഈ സങ്കല്പത്തിലാണ്. ഭാഗവതം ഇച്ചിരി കൂട്ടിയും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് ഇവിടെ ദശാവതാര ചാർട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മത്സ്യം എന്തിനാ ആദ്യം വെച്ചത്? അപ്പോ ഡാർവിൻ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ വൈദേശികനായിട്ടുള്ള ശാസ്ത്രജ്ഞനെ ഒന്ന് നോക്കണം. 19-ാം നൂറ്റാണ്ടിന്റെ ലോകത്തിലെ ഗംഭീര കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് ശ്ലാഘിച്ചു കൊണ്ടുവന്നതാണ് അമീബയാണ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് അതിൽ നിന്ന് പരിണാമം സംഭവിച്ച് ഏറ്റവും ഒടുവിലാണ് കുരങ്ങളിൽ നിന്ന് മനുഷ്യനായി മാറിയത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എത്ര ലക്ഷമുണ്ടോ, എത്ര മന്വന്തരങ്ങൾക്ക് മുമ്പാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ നമ്മുടെ പൂർവ്വസൂരികൾ എഴുതി വെച്ചിരിക്കുന്നു. ആദ്യം കൊണ്ടൊന്നും വരാഹത്തിനെ വെച്ചില്ല, ആദ്യം കൊണ്ടൊന്നും മനുഷ്യനെയോ നരസിംഹത്തെയോ വെച്ചില്ല. ക്രമം നോക്കൂ, എത്ര മനോഹരമായിട്ട്, എത്ര ശാസ്ത്ര നിബദ്ധമായിട്ടാണെന്ന്. ആദ്യം മത്സ്യം, പിന്നെ കൂർമ്മം. ആദ്യം ജലത്തിലാണ് അവതാരമുണ്ടായത്, ജീവനുണ്ടായത്. അതിൽ നിന്ന് ജലത്തിലും കരയിലും സഞ്ചരിക്കാവുന്ന ജീവനുണ്ടായി. അതിനുശേഷമാണ് അതിനൊരു പരിവർത്തനം വന്നത്. 4 കാലിൽ ഓടി നടക്കാവുന്ന വരാഹ രൂപത്തിൽ, പന്നിയുടേതായിട്ടുള്ള രൂപത്തിൽ. ഭഗവാന്റെ അവതാരമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് ഭൂമിയെ തേറ്റയിൽ കോർത്ത് വെക്കാനാണെങ്കിലും, താഴ്ന്നുപോയ മന്ധര പർവ്വതത്തെ തന്റെ മുതുകിൽ തന്നെ നിവർത്തി നിർത്താനാണെങ്കിലും, അതൊക്കെ സങ്കല്പം അവിടെ നിൽക്കട്ടെ, ആ കഥയെല്ലാം അവിടെ നിൽക്കട്ടെ. ആ കഥയ്ക്ക് പിന്നിലെ ശാസ്ത്രമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ക്രമം തെറ്റാതെ എങ്ങനെയാ പോകുന്നത്? മനുഷ്യക്കുരങ്ങ് എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ കൃത്യമായി തന്നെയാണ് അവിടെ നരസിംഹം എന്ന് പറയുന്ന പകുതി മനുഷ്യനും പകുതി സിംഹവും, പകുതി മനുഷ്യൻ പകുതി മൃഗം, ഈ സങ്കല്പം വരുന്നത്. കുറിയ മനുഷ്യനാണ്, എസ്കിമോകളാണ് ആദ്യ മനുഷ്യന്മാർ എന്ന് ശാസ്ത്രലോകം പറയുമ്പോ വാമനൻ ചെറിയ കുറിയ രൂപത്തിൽ തന്നെ എന്തുകൊണ്ട് അവിടെ വരുന്നു? അതിനു മുമ്പ് രാമനെ കൊണ്ടുവന്നുകൂടായിരുന്നു? കൊണ്ടുവരാതെ കൃത്യമായി പറഞ്ഞു പോകുമ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ കഥ പറഞ്ഞു തന്നാ മറക്കൂലല്ലോ. അങ്ങനെയാണ് കഥ പോകുന്നത്. ഇനി 3 രാമന്മാരെ ക്രമമായി നിർത്തുന്നതിനും ഒരു കഥയുണ്ട്. യോദ്ധാവായിട്ടുള്ള രാമൻ, കൃഷിവലനായിട്ടുള്ള രാമൻ, രാജാവായിട്ടുള്ള രാമൻ. എങ്ങനെയാണ് മനുഷ്യന് പരിണാമം, മനുഷ്യ സംസ്കാരത്തിന് പരിണാമം വന്നത്? ആ സംസ്കാരത്തിന്റെ പരിണാമ വ്യവസ്ഥയിൽ തന്നെയാണ് 3 രാമന്മാരുടെയും രംഗപ്രവേശം. പിന്നെ സമ്പൂർണ്ണ അവതാരം എന്ന മട്ടിൽ കൃഷ്ണ ഭഗവാനെ പറ്റി പറയാതെ വയ്യ. കൃഷ്ണനും രാമനും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഇതിവിടെ സംഭവിച്ചു എന്ന അർത്ഥത്തിലുള്ള ഇതിഹാസത്തിൽ മാത്രമല്ല. ഈ ഇതിഹാസം എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ എവിടെയോ നടന്നതാണ്. എന്നാളാരോ പറയുന്നത് കേട്ടു, അവിടെ ഒരു രാജ്യം, ഇവിടെ ഒരു രാജ്യം, 2 രാജ്യത്തെ രാജാക്കന്മാർ, നടുക്കൊരു തോട് പോയിട്ടുണ്ടായിരുന്നു. ഏതാ തോട്? ഇന്ത്യൻ മഹാസമുദ്രം. പരിഹസിച്ച് പറഞ്ഞതാണ്. പരിഹസിച്ച് പറഞ്ഞവരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കണ്ട. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ വെക്കണം. മേളിൽ നിന്ന് സാറ്റലൈറ്റിന്റെ വ്യൂസ് ഇപ്പോഴും ഉണ്ട്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ സൃഷ്ടിക്കുന്ന ഉപഗ്രഹങ്ങൾ ചിത്രമെടുക്കുമ്പോൾ ഇപ്പോഴും രാമസേതു അണവെട്ടാതെ മുറിയാതെ മേളിൽ നിന്ന് ചിത്രമെടുക്കാൻ കിട്ടുന്നു. അത് മനുഷ്യനിർമ്മിതമാണ്. അത് ശാസ്ത്രം പഠനം നടത്തിയപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കല്ലുകളും ആ ഭൂമിയിലെ കല്ലുകളും അല്ലെങ്കിൽ മണ്ണുമായി വ്യത്യാസമുണ്ട്, കാലത്തിന് വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ഒരു അണ കെട്ടിയിട്ടുണ്ട്. ഈ അണ കെട്ടുകയല്ല ചെയ്തത്, ശരിക്ക് പാലുണ്ടാക്കുക ചെയ്തത്. 2 തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അണ എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തലാണ്, പാലം എന്ന് പറഞ്ഞാൽ അക്കരെ ഇക്കരെ പോവുകലാണ്. സനാതനധർമ്മം അതാണ്. അക്കരെ ഇക്കരെ പോണം, കൈതാ ഇങ്ങ് വാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകൂ. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾക്കായിട്ട് കൈനീട്ടി വെക്കുന്ന ഗംഭീരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു ധർമ്മമാണ് നമ്മളുടേത്. തടഞ്ഞു വെച്ചിട്ട് ഇതിനപ്പുറം നീ പോണ്ട, നിന്റെ കഴുത്ത് വെട്ടിക്കളയും, അതല്ല സംസ്കാരം, അതല്ല നമ്മുടെ സംസ്കാരം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമുദ്രത്തിന് തരണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പും രാമൻ വന്ദിച്ചു. നവരാത്രി ആഘോഷ പരിപാടികൾക്ക് നമ്മളിങ്ങനെ തയ്യാറായി ഒക്കെ വരികയാണ്. അതുകൊണ്ട് നമുക്കതറിയാം. കഴിഞ്ഞതേ ഉള്ളൂ, നവരാത്രി ആഘോഷ പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. 10 ദിവസം എന്ന് പറയുന്നത് 9 രാത്രികളിൽ ഉപാസനയോടുകൂടി ഭഗവതിയെ ധ്യാനിക്കുകയും 10ാം ദിവസം വിജയം രാമന് ലഭിക്കാൻ ഉള്ള പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെട്ടു എന്നും ദസറയ്ക്കൊരു കഥയുണ്ട്.
രാവണനെ കൊന്ന ദിവസമായതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ 10 തലയുള്ള രാവണനെ 20 കൈകളുള്ള രാവണനെ നെടുകെ നിർത്തിയിട്ട് എല്ലാത്തിലേക്കും തീയുടെ അമ്പ ചെയ്തിട്ട് ആഘോഷപൂർവ്വം ആളുകൾ കൊണ്ടാടുന്നത്. വിജയത്തിന്റെ ദിവസം ദശമി എന്ന് പറയുന്നത് വിജയദശമി ആകുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പൊ രാമനും കൃഷ്ണനും നമ്മുടെയൊക്കെ ജീവിതത്തിനോട് എങ്ങനെ ചേർന്ന് ആഘോഷ പരിപാടികളിൽ എങ്ങനെ ചേർന്ന് കിടക്കുന്നു എന്നതൊന്ന് ആലോചിക്കണം. രാമന്റെയും കൃഷ്ണന്റെയും കഥ ഒന്ന് ചേർത്തു വെക്കണം. ഇതിവിടെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇവർ കേവലം മനുഷ്യരായി ജന്മമെടുത്ത് കേവലം മനുഷ്യരായി തന്നെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായി തന്നെ ജീവിക്കുകയും എന്നാൽ അസാധാരണത്വം അവരുടെ ജീവിതത്തിനോടുള്ള നോക്കിക്കാണലുകളിൽ പുലർത്തി എന്നുമാണ് അവരെ അവതാരങ്ങളാക്കുന്നത്. രാമന്റെ ഉദാഹരണം ഒന്ന് എടുത്തു നോക്കാം. ജീവിതത്തെ സമാധാനം എന്ന് പറയുന്ന രാമൻ സരയൂ നദിയിൽ പോയി ഒന്ന് മുങ്ങിയ സമയത്തെങ്കിലും നേടിയോ എന്ന് നമുക്കറിയില്ല. ജനിച്ചത് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരവസ്ഥയിൽ പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്ത് കാത്തിരുന്ന് ആദ്യം കുടുംബത്തിൽ മകനായി വന്നു. പക്ഷെ മകനായി വന്ന് ഇച്ചിരി ഒന്ന് കളിച്ചതേ ഉള്ളൂ. കളിപ്രായം മാറുന്നതിന് മുമ്പ് വിശ്വാമിത്രൻ പറഞ്ഞു, ഇങ്ങ് വിട്ടേക്കാവോ, താടകയെ കൊല്ലണമായിരുന്നു. കഥ നോക്കൂ പോകുന്നത്. ഈ ബാലകരല്ലേ, എങ്ങനെ ഞാൻ വിടുമെന്ന് വിഷമിച്ചു നിന്നു ദശരഥൻ. കാത്തു കിട്ടിയ കുട്ടികളാണ്. പക്ഷേ വസിഷ്ഠ മുനി പറഞ്ഞു കൊടുത്തു, ഇതാണ് ഗുരുവും അച്ഛനും അമ്മയും കുട്ടിയും ചേരുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള തത്വശാസ്ത്രം ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു തരുന്നത് നമ്മുടെ ധർമ്മം. ഇന്ന് കുട്ടികളെ നയിക്കാൻ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ സാധിക്കാതെ പോകുന്നു. വരും തലമുറ എന്നത്, അടുത്ത തലമുറ എന്ന് പറയുന്നത് കേമരാക്കി അവരെ മാറ്റാൻ വേണ്ട കെൽപ്പുള്ള ഗുരുക്കന്മാരോ രക്ഷകർത്താക്കളോ ഇല്ലാതെ പോകുമ്പോൾ രാമന്റെ കഥ പ്രസക്തമാകുന്നു. വിശ്വാമിത്രൻ കൊണ്ടുപോയത് വെറുതെ അല്ല, ബലയും അതിബലയും ഗംഭീരമായി ഉരുക്കഴിച്ചു കൊടുത്തു, പഠിപ്പിച്ചു. ചുറ്റുണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, വിശപ്പും ദാഹവും ഉണ്ടാവില്ല. താടക എന്ന് പറയുന്ന ഭയങ്കരിയായിട്ടുള്ള രാക്ഷസിയെ ഉന്മൂലനം ചെയ്തു. രാമൻ കേമനായിട്ടുള്ള രാജാവാകണമെങ്കിൽ അവൻ വളരേണ്ടത് കൊട്ടാരത്തിലല്ല, അതികഠിനമായിട്ടുള്ള വനത്തിലാണ് എന്നുള്ള ഗംഭീരമായിട്ടുള്ള പാഠമാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അങ്ങനെ വളർന്ന് വലുതായിട്ടോ സീതാ സ്വയംവരം നടത്തി, ത്രയംബകം ഒടിച്ചു, സ്വന്താക്കി, വന്ന വഴി തന്നെ പരശുരാമന്റെ നിൽക്കുന്നു. പരശുരാമന്റെ അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൗതികത എന്ന് പറയുന്നത്, ക്ഷാത്രവീര്യം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടാണ് അങ്ങ് പോകുന്നത്, നിഷ്ക്രമിക്കുന്നത്. അതും കഥയ്ക്കുള്ളിലെ കഥ. അതിനുശേഷമോ എവിടത്തെ ഇപ്പൊ രാജാഭിഷേകമാണ്, രാജാവാകാൻ പോകുന്നു. ഉടനെ കൈകേയിയുടെ മന്ധരയുടെ ഒക്കെ രംഗപ്രവേശം. അച്ഛന്റെ വാക്ക് പാലിക്കാനായി തന്നെ പോയി. 14 വത്സരം അവിടെ നിവസിച്ചു. അതിനിടയിൽ ഭാര്യയെ നഷ്ടായപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാരും കളി പറയും, എല്ലാരും കലഹിക്കും, എല്ലാരും രാമനെ എന്നും പല സ്ത്രീകളും പല അമ്മമാരും എന്നോട് കലഹിച്ചെന്നോണം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കഷ്ടായിപ്പോയി മോളെ, രാമൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണ്? ഗർഭിണിയായിട്ടുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആലോചിക്കണം. രാമന്റെ അച്ഛന് 3 ഭാര്യമാരാ. ഭാര്യയോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയെ സ്വന്തമാക്കുന്ന നിമിഷം തന്നെ നീയല്ലാതെ മറ്റൊരുവൾ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ശപഥമെടുക്കേണ്ട കാര്യമില്ല. ഇത് സനാതനധർമ്മ വിശ്വാസിയെങ്കിലും പഠിക്കണേ. എങ്കിലേ നമ്മുടെ നേരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ട അറിവ് നമുക്കുണ്ടാവുകയുള്ളൂ. നീ മാത്രമാണ് എനിക്ക് ഭാര്യ എന്ന് രാമൻ പറഞ്ഞത് സരയൂ നദിയിൽ നിമജ്ജനം ചെയ്ത് സായുജ്യം നേടുന്ന നിമിഷം വരെ ഭഗവാൻ പാലിച്ചു. എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു? രാമൻ വെറും ശ്രീരാമൻ മാത്രമല്ല, രാമൻ രാജാവാണ്. ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും രാജ്യഭരണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഗംഭീരരായിട്ടുള്ള രാജാക്കന്മാർ അധിവസിച്ച നാടാണ് നമ്മുടേത്. അത്തരം നാടിനെ രാമരാജ്യം എന്നും പറയുന്നത്, നമ്മുടെ സങ്കല്പത്തിലെ ഗംഭീരമായിട്ടുള്ള രാഷ്ട്രം രാമരാജ്യം എന്ന് നമ്മൾ ഘോഷിക്കുന്നതും ഈ അർത്ഥത്തിലാണ്. പ്രജയാണ് അവിടെ പ്രധാനി. പ്രജ പറയുന്നു ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ, ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഇവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി അടുത്ത രാജാവാകാൻ യോഗ്യനല്ല എന്നാണ് അർത്ഥം. രാമന്റേതല്ല എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത രാജാവാകേണ്ടവൻ അവനാണ്, അല്ലെങ്കിൽ അവളാണ്, അവളോ അവനോ ആണ്. അങ്ങനെ ആ രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ആ രാജാവിന് ഭരിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ വേറൊരു മാർഗവും ഇല്ല. സീതയെ സംശയിച്ചിട്ടല്ല, മറിച്ച് രാജാവിന് അങ്ങനെയല്ല, രാമൻ എന്ന രാജാവിന് അങ്ങനെ അല്ലാതെ പറ്റില്ല. ഇനി ത്യജിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാമൻ വേറെ കല്യാണം കഴിച്ചോ? മരിക്കുന്നവരെയും കല്യാണം കഴിച്ചോ? കേമമായിട്ടുള്ള രാജസൂയം നടത്തിയപ്പോ വസിഷ്ഠൻ തൊട്ടടുക്കൽ വന്ന് നിന്ന് രാമനോടായി പറഞ്ഞായിരുന്നു, രാമ, വെറുതെ ഒരാൾക്ക് നടത്താൻ പറ്റില്ല, ഇത് ഗൃഹസ്ഥാശ്രമികൾക്ക് മാത്രം നടത്തേണ്ടതാണ്. രാജാവ് ഇരുന്നാ പോരാ, രാജപത്നിയും അടുത്തിരിക്കണം. രാമൻ ചെയ്തതെന്താ?
കഥ അറിയാലോ നിങ്ങൾക്കൊക്കെ. രാമൻ ചെയ്തതെന്താ? കനകത്തിൽ, സ്വർണത്തിൽ സീതയെ തന്നെ അവിടെ പണിത് വെക്കുകയാണ് ചെയ്തത്. എനിക്കൊരു ഭാര്യയുള്ളൂ, ഒറ്റ ഭാര്യയുള്ളൂ. അവളെ ചുമ്മാ ക്ലാവ് പിടിച്ചതായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ അല്ല ചെയ്യേണ്ടത്. സ്വർണത്തിൽ ഞാൻ അവിടെ വെക്കുന്നു. കാഞ്ചന സീത എന്ന സങ്കല്പം അങ്ങനെയാണ്. അവിടേക്ക് ലവകുശന്മാർ വരുന്നു. ഇനി ലവകുശന്മാരുമായിട്ടുള്ള യുദ്ധമുണ്ടായി. ഇതൊക്കെ ഉത്തരരാമചരിതത്തിലാണ് കേട്ടോ. സാക്ഷാൽ വാൽമീകി രാമചരിതം പുത്ര പട്ടാഭിഷേകത്തോടുകൂടി അവസാനിക്കുകയാണ്. ഉത്തരരാമചരിതം, തുളസിദാസിന്റെ ഉത്തരരാമചരിതത്തിലാണ് ഈ കഥ. ലവനും കുശനും ഭാര്യയെ കളയുന്നതും തിരിച്ചു വരുന്നതും ഒക്കെയുള്ള കഥ. ഒരുപാട് രാമായണങ്ങളുണ്ട്, അതും അറിയണം. 458 പരം കേമമായിട്ടുള്ള അല്ലെങ്കിൽ മൂലഗ്രന്ഥങ്ങൾ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന വാൽമീകിയുടേതടക്കമുള്ള രാമായണങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് അതിന്റെ ഉപാഖ്യാനങ്ങളുണ്ട്. ഞാനിപ്പോ നിങ്ങളുമായി സംസാരിക്കുമ്പം ദശലക്ഷക്കണക്കിന് നടത്തുന്ന ഒരു രാമായണമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൂടെയൊക്കെ ഒരു രാമന്റെ കഥ ഓടുമ്പോൾ അവിടെയും എത്രയോ കോടാനുകോടി രാമന്മാർ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാമായണത്തിന് മരണമില്ല എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഈ അടുത്ത ദിവസം വായിച്ച ഒരു പുസ്തകം ജൈനന്റെ രാമായണമാണ്. അത്ഭുതപ്പെടുത്തി എന്നെ. ജൈനന്റെ രാമായണത്തിൽ രാവണനെ കൊല്ലുന്നത് സീതയാണ്. കഥ നോക്കൂ മാറുന്നത്. സീത, യോദ്ധാവായിട്ടുള്ള സീതയാണ് അവിടുത്തെ സങ്കല്പം. അവിടെ രാമനെക്കാളും ഗംഭീരമായി നിൽക്കുന്നത് സീത എന്ന് പറയുന്ന സങ്കല്പത്തിലാണ്. സീത പോയി രാവണനെ കൊല്ലുന്നു. ഇതും ഒരു രാമായണം. ഇന്തോനേഷ്യയിൽ പോകൂ, മാൽദീവ്സിൽ പോകൂ, നമ്മുടെ ചൈനയുടെ ഈ ബോർഡറുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പോകൂ. അവിടെയൊക്കെ ഓരോ തരം രാമായണങ്ങളും ഓരോ തരം വ്യാഖ്യാനങ്ങളും ഉണ്ട്. ആളുകൾക്കൊക്കെ രാമനെന്നും ലക്ഷ്മണനെന്നും പേരുകളുമുണ്ട്. നോക്കൂ, രാമൻ എന്ന് പറയുന്നത്, രാമായണം എന്ന് പറയുന്നത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ജ്വലിതമായി നിൽക്കുന്നു. ഇനി ഏറ്റവും ഒടുവിലോ സീത അന്തർധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ തീരുമാനമെടുത്തു, രാജസൂയോ ഇല്ല, ബാക്കിയൊന്നുമില്ല, സരയൂ നദിയിലേക്ക്. ഒരാൾ ഭൂവിലേക്കാണ് പോയത്, പഞ്ചഭൂതത്തിലെ ഭൂവിലേക്കാണ് പോയതെങ്കിൽ മറ്റേയാൾ ജലത്തിലേക്ക് പോയി. കഴിഞ്ഞ സെപ്റ്റംബർ മാസം എനിക്ക് സരയൂ നദിയിൽ നിന്ന് സരയൂ ആരതി കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി. അപ്പൊ ഞാനിങ്ങനെ ആ ജലം സ്പർശിക്കുകയും പറയുമ്പോ തന്നെ ജലം സ്പർശിക്കുകയും ആ ജലം ഒന്ന് നെറുകയിൽ ഇടുകയും ചെയ്തപ്പോ ഞാൻ ആലോചിച്ചു, ഭഗവാനെ, ഇവിടെയാണല്ലോ ശ്രീരാമചന്ദ്രദേവൻ ഇറങ്ങി. ഞാൻ എങ്ങനെയാണ് പഞ്ചഭൂതത്തിൽ ലയിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മുടെ പൂർവ്വസൂരികൾ കട്ടിത്തരികയാണ്. ആകാശത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് അത് സമ്പൂർണ്ണം എന്ന് തന്നെ നമുക്ക് പറയാവുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ജീവിതങ്ങൾ മുഴുവൻ സംഘടനകൾ, ബുദ്ധിമുട്ടുകൾ, വ്യഥകൾ, വ്യാകുലതകൾ നിറഞ്ഞതാണ്. ഒരു സമയമെങ്കിലും അയ്യോ എന്തിനാ എനിക്ക് ജന്മം തന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ? അപ്പൊ സ്വയം നമ്മളൊന്ന് ചോദിക്കണം. ഇന്നത്തെ ദിവസം എത്ര തവണ ഞാനും നിങ്ങളും ഇതൊന്ന് ചോദിച്ചു? വല്ലാത്ത കാര്യമായിട്ട് പോയി കേട്ടോ ഭഗവാനെ. ആറന്മുളത്തപ്പ വല്ലാത്ത ചെയ്ത്തായിപ്പോ എന്നോട് ചെയ്തു. ഈ ചെയ്ത്ത് എന്നോട് വേണ്ടായിരുന്നു അല്ലേ? നമ്മള് ദിനം പ്രതി ഇത് ചോദിക്കുമ്പോ എന്നാ നമ്മളൊക്കെ രാമനാവുന്നത് എന്നൊരു ചോദ്യവും കൂടെ ചോദിക്കണം. രാമനാവാൻ നമ്മെ ഉപാസനയോടെ പാകപ്പെടുത്തുന്ന മാസമാണ് കർക്കടക മാസം. രാമന്റെ കഥ വായിക്കൂ, രാമന്റെ കഥ വായിക്കൂ. വായിച്ചു വായിച്ചു വായിച്ച് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് രാമനായി മാറൂ. ഇത് തന്നെയാണ് കൃഷ്ണനാവൂ. സമ്പൂർണം എന്ന് പറയാണ്. കൃഷ്ണന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനിച്ചത് ജയിലിൽ, തടവറയിൽ ജനനം, ജനിച്ച ഉടനെ തന്നെ അമ്മിഞ്ഞപ്പാല് നിഷേധിക്കപ്പെട്ടു. അതിനേക്കാൾ വലിയൊരു വേദനയുണ്ടോ? അച്ഛനമ്മയും ജീവനോടെ ഇരിപ്പുണ്ട്, അവരുടെ അടുത്തുനിന്ന് മാറി. പിന്നൊരു പോറ്റച്ഛനും പോറ്റമ്മയും ഉണ്ടായി, ഭാഗ്യം. പക്ഷെ അങ്ങടേക്ക് പോയി, ഇവരുടെ അടുത്തല്ല. ഇനി അവിടെ പോയിട്ടോ 54 വധശ്രമങ്ങൾ. എണ്ണം എടുത്തു നോക്കൂ, എനിക്കെല്ലാം കൂടെ പറയാൻ ഇന്ന് സമയമില്ല. 54 വധശ്രമങ്ങൾ. ആ വധശ്രമങ്ങളെല്ലാം അതിജീവിച്ച് മുലയൂട്ടുന്ന അമ്മയായിട്ട് തന്നെ. ഞാൻ ആലോചിക്കും, 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണന്റെ കഥയെങ്കിലും ഇന്നും പെൺമക്കളെ അല്ലെങ്കിൽ ആൺമക്കളെ, സ്വന്തം കുട്ടികളെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുരുതി കൊടുക്കുന്ന അമ്മമാരെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഭഗവാനെ, പൂതന എത്ര ഭേദം. പൂതനയുടെ കഥ നമ്മൾ പണ്ട് കേട്ടതാണ്. പാല് കൊടുത്ത് അക്കൂട്ടത്തിൽ തന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രകാരമില്ല, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം പെൺമക്കളെ സ്വീകരിക്കാൻ അവർക്ക് വിമുഖത വരുമ്പോൾ മുലയൂട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് നെല്ല് വാക്യാത്തേക്ക് ഇട്ട് കൊടുക്കും. കുഞ്ഞ് അന്നേരം തന്നെ അപ്പൊ പറന്നു വീണ കുട്ടിയല്ലേ, കുട്ടി ഇല്ലാതെയാകും. ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. റിസർച്ചുകൾ കണ്ടമാനം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പെൺമക്കൾ ഇല്ലാതെ പോകുന്നു എന്നതിനെ പറ്റി ഒരുപാട് നാൾക്ക് മുമ്പുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അപ്രകാരമൊന്നുമല്ല, അത്തരം വ്യവസ്ഥകളുമില്ല. പക്ഷേ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുക ചെയ്തത്. ഭഗവാൻ കൊല്ലാനാണ് വന്നത്, പക്ഷേ തിരിച്ച് വധം നേരിട്ട് അല്ലെങ്കിൽ മരണം സ്വീകരിച്ചിട്ട് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തുടങ്ങി 54 രീതിയിൽ ഭഗവാനെ വധിക്കാൻ ആളുകൾ വന്നവർക്കെല്ലാവർക്കും സായുജ്യം കൊടുക്കുകയും അതൊക്കെ അതിജീവിക്കുകയും
അമ്മാവൻ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുകയും അമ്മാവനെ കൊല്ലേണ്ടി വരികയും ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരികയും നരകാസുരന്റെ കൊട്ടാരത്തിൽ ലൈംഗിക അടിമകളാക്കി വെച്ചിരുന്ന 16,000 സ്ത്രീകളെ സനാഥരാക്കിക്കൊണ്ട് സ്ത്രീജിതൻ എന്ന് ദുഷ്പേര് കേൾക്കുകയും ചെയ്തു. അല്ലെ? ഇപ്പോഴും ഞാനും നിങ്ങളും എന്തോരം ഭാര്യമാരാ, 16,008 നമുക്ക് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെന്ന് വെക്കാം, കൂട്ടിയൊക്കെ എടുക്കാം. ഈ 16,000 എവിടുന്നാ വരുന്നത്? അർത്ഥം എത്രയേ ഉള്ളൂ. നരകാസുരൻ എന്ന് പറയുന്ന ഭീകരനായിട്ടുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ നാട്ടിലെ മുഴുവൻ ഏതൊക്കെ രാജ്യങ്ങളെ കീഴടക്കിയോ അവിടെ നിന്നെല്ലാം സ്ത്രീകളെ കൊണ്ടുവന്ന് തടവറയിൽ വെച്ചിരുന്നു, അവന് ഭോഗിക്കാൻ വേണ്ടി മാത്രം. അത്തരം അടിമകളായി പോയ നിസ്വലരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള പാവം സ്ത്രീകളെ അവിടെ നിന്ന് വിടുതൽ കൊടുത്തു, അവർക്കൊക്കെ സായുജ്യം കൊടുത്തു. അതിന്റെ അർത്ഥം ഭാര്യയാക്കി എന്നാണോ? സനാഥയാക്കി എന്ന് പറഞ്ഞ അർത്ഥം ഭാര്യയാക്കി എന്നല്ല. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ട പോലെ ചീത്ത പേര് ഞാനോ നിങ്ങളോ കേൾക്കുന്നുണ്ടോ? നമ്മളെന്നും കരയണത്, എന്നാലും കഷ്ടായിപ്പെട്ട അയാൾ എന്നെ പറ്റി അത് പറഞ്ഞ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ഫ്ലാഷ് ബാക്ക് പോലെ തിരിച്ചെടുത്ത് വെച്ച് നോക്കണം ഭഗവാന്റെ ജീവിതം. സത്രാജിത്തിന്റെ സെമന്തകം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു നാട് നീളെ ഘോഷിച്ചു. സെമന്തകം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് സത്രാജിത്തിന്റെ കൈ കൊടുത്ത് ഞാനല്ലട്ടോ, എന്നിട്ടോ കള്ളൻ കള്ളൻ എന്ന വിളിപ്പേര് മാറിയില്ല. ഏറ്റവും അവസാനം വരെയും കള്ളൻ 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 ഇന്നും അതെ. ഇത്രയും പേരുദോഷം കേട്ട ഒരാളില്ല. എപ്പോഴെങ്കിലും ഭഗവാൻ നെഞ്ചത്തടിക്കുന്നോ നിലവിളിക്കുന്നോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിരിച്ച് 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 ഏറ്റവും ഒടുവിൽ മുസലം, അതായത് സാമ്പൻ പ്രസവിച്ച കഥ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിദുഷികളും വിദ്വാൻമാരുമാണ്, കഥ നിങ്ങൾക്കറിയാം. സാമ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുമകൻ തന്നെ പ്രസവിച്ച ഇരുമ്പുലക്കയുടെ ഒരു കഷ്ണം തേച്ച് 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 ഇരകപ്പുല്ലുകളായി മാറി. പിന്നെ ഒരു കഷ്ണം ഉണ്ടായിരുന്നത് മടുത്തിട്ട് അവർ കടലിലേക്ക് വലിച്ചെറിയുകയും ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞതിനെ ഒരാൾ കയ്യിലെടുത്തു, അതായത് ഒരു മീൻ കൊത്തി വിഴുങ്ങുകയും അതിൽ നിന്ന് മൂർച്ച കൂട്ടി വേടൻ ഒരു നല്ല അമ്പാക്കി വെക്കുകയും ആ അമ്പിപ്പ വരുമല്ലോ എന്ന് പറഞ്ഞ് കാതോർത്ത് കാതോർത്ത് കാലാട്ടി ആട്ടി ആട്ടി വൃക്ഷത്തിന്റെ മേളിലിരിക്കുകയും കാലിലേക്ക് അമ്പ് എഴുതപ്പോ തന്നെ അയ്യോ ഭഗവാനെ, ഞാൻ ഭഗവാനാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചോണ്ടിറങ്ങി വന്ന് വേടനോട് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, എന്റെ കർമ്മം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കർമ്മയോഗിയാണ് ഭഗവാൻ. കഴിഞ്ഞ ജന്മം നീ ബാലിയായിരുന്നു, നിനക്കിട്ട് ഞാനൊരു പണി കഴിഞ്ഞ ജന്മം തന്നിട്ടുണ്ട്. ആരാണ്? രാമനായിരുന്നു. അപ്പൊ അന്ന് നീ ബാലിയായിരുന്നു, ഒളിയം പെയ്തായിരുന്നു. ആ കണക്ക് കൊടുക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. ആ കണക്ക് ഞാനിപ്പോ മേടിച്ചിരിക്കുകയാണ്. നോക്കൂ, കർമ്മം എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സങ്കല്പത്തിനെ എങ്ങനെയാണ് രാമനും കൃഷ്ണനും ചേർത്ത് തന്നെ ഒന്ന് ത്രേതായുഗം, ഒന്ന് ദ്വാപരയുഗം, 2 യുഗങ്ങൾക്കിപ്പുറവും ചേർത്ത് വെക്കുന്നത്. പാർത്ഥസാരഥിയായി ഭഗവാൻ നിന്ന് അർജുനനോട് പറഞ്ഞത്, അർജുന, എനിക്കറിയാവുന്ന ഏറ്റവും അതിനിഗൂഢമായിട്ടുള്ള ജീവിത രഹസ്യങ്ങൾ, ദർശനങ്ങൾ, തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ നിനക്ക് ദേ ഞാൻ പറഞ്ഞു തരുന്നു. പക്ഷേ നിന്റെ മുന്നിൽ ഒരു തുലാസുണ്ട്, ആ തുലാസിലിട്ട് നീ ഒന്ന് തൂക്കി നോക്കൂ, എന്നിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളൂ, കൊള്ളൂല എങ്കിൽ തള്ളൂ. ഇങ്ങനെ പറയാവുന്ന ആരുണ്ട്? ആലോചിച്ച് നോക്കൂ. ഈ ധർമ്മം സനാതനമായി നിൽക്കാനുള്ള ഒരു കാരണം അതാണ്. ഞാൻ എവിടെ നിന്ന് പറയും നീയൊക്കെ അനുസരിക്കണം എന്ന് പറയുന്ന ഒരു ഭഗവാനും നമുക്കില്ല. ഭഗവാന്മാർ നമ്മെപ്പോലെ തന്നെയാണ്. അവർ ജീവിച്ച് കാട്ടിത്തരികയാണ്, ഇതാ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് കേട്ടോ എന്ന്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് കാട്ടിത്തരികയാണ്. അപ്പോഴും അവർ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഭഗവാനാകാനുള്ള അധികാരം നിനക്കുണ്ട്. ഭഗവാനാകണോ വേണ്ടയോ എന്ന് നീ തീരുമാനിച്ചാൽ മതി. ഷഡ്ദർശനങ്ങളുണ്ട്. ഷഡ്ദർശനങ്ങൾക്കകത്ത് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദർശനം നാസ്തിക ദർശനവുമാണ്. ആലോചിക്കണം. ഭാരതത്തിലെ ദർശനങ്ങൾ സംഖ്യം തൊട്ട് തുടങ്ങുന്ന എല്ലാ ദർശനങ്ങളും പറയാൻ വിസ്താര ഭയത്താൽ ഞാൻ നിർത്തുകയാണ്. അത്രയും പറയാൻ എനിക്ക് നേരമില്ല. അപ്പോ നോക്കൂ, ദർശനങ്ങൾ മുഴുവൻ നിരത്തി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ദർശനം നാസ്തിക ദർശനമാണ്. അതായത് ഈശ്വരനെ വിശ്വസിക്കാതിരിക്കാൻ നിനക്ക് അധികാരമുണ്ട്. ചാർവാകനാണ് അത് ലോകത്തിനോടായി മുഴുവൻ പറയുന്നത്. ഇങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്ന ഒമർ ഖയാമിനെ പോലെ തന്നെ അട്ടിച്ച് പൊളിച്ച് ഗംഭീരമായി ജീവിക്കണം എന്ന് പറയുന്ന ആളാണ് ചാർവാകൻ. ചാർവാകന്റെ സിദ്ധാന്തവും സ്വീകരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഒരു കേമമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് നമുക്ക് കാലാകാലങ്ങളായി പൂർവ്വസൂരികൾ തന്നിരിക്കുന്നത്. ഈ പൂർവ്വസൂരികൾ എന്നോടും നിങ്ങളോടുമായി പറഞ്ഞിരിക്കുന്നു, നോക്കൂ, കുടുംബത്തിൽ നിനക്ക് യജ്ഞം നടത്താം. നിനക്ക് യജ്ഞം നടത്താൻ മറ്റൊരിടത്തേക്ക് പോകണ്ട. നീ അടുപ്പൊന്ന് കൂട്ടിയിട്ട് ആ അടുപ്പിലേക്ക് ആദ്യത്തെ വറ്റ് ചോറിടുകയോ ആ ചോറ് തിളച്ചു തൂവി ഭംഗിയായി വരുമ്പോഴേക്കും അത് പാത്രങ്ങളിലേക്ക് വഴിപാട് പോലെ, ഒരു പ്രസാദം പോലെ വിളമ്പുകയോ നിനക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ മുഴുവൻ പ്രസാദ രൂപേണ തന്നെ അത് ഭുജിക്കുകയോ ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് യാഗമാണ്. നീ ഭഗവാനാകുന്നത് എങ്ങനെ എന്നുള്ളത് നിന്റെ കർമ്മത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നീ ഭഗവാന് എന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് ചെയ്യൂ. ഇന്ന് ചെയ്യുന്ന ഏതൊരു കർമ്മം, ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണ്,
ഞാൻ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ പ്രഭാഷണത്തിന് പോവുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താണ്. കാരണം എനിക്ക് സന്ധ്യാനേരങ്ങളിലുള്ള വണ്ടി ഓടിപ്പ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം ഞാൻ നിഷ്ഠയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. ഈ വർഷം തൊട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം സന്ധ്യകളിൽ വൈകുന്നേരങ്ങളിൽ എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഞാൻ പോകില്ല. ഞാൻ വരുന്നത് ഒരു 4 മണിക്കൂറെങ്കിലും സഞ്ചരിച്ച് വേണം എനിക്ക് ഇവിടെ വരാൻ. അപ്പം ഇവിടെ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ പാതിരാത്രിയാവും. ഇന്ന് വീട്ടിൽ കയറ്റില്ല. ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആറന്മുളത്തപ്പൻ ബായോ ഒന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പം ഭർത്താവാണോ ആറന്മുളത്തപ്പനോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പാലം പണിയണം. അതെ, ഞാൻ ഒന്ന് പോക്കോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, അവരെന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ശരി, ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് തരാം, ബസ് ബുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില നിഷ്ഠകളുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിങ്ങനെ കലുഷമാണ്. കുട്ടികൾ 3 ആൾ വീട്ടിലില്ല, ഒരാൾ ഇന്ന് വരികയാണ്. അവളെ കണ്ടിട്ട് ഞാൻ കുറേ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ മുഴുവൻ എൻ്റെ ഫോൺ കോൾ എനിക്ക് അവളെ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ബാഗ് എടുത്ത് എൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വെച്ചത്. അവൾ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുണ്ട് കേട്ടോ, ഞാൻ എടുക്കൂല, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ എന്ന നിലയിലുള്ള എൻ്റെ ഒരു സന്തോഷം. അപ്പൊ നോക്കൂ, ഇങ്ങനെ നമ്മൾ സമർപ്പണ ബുദ്ധിയാ. ഭഗവാനെ, ഇത് ഞാനല്ല ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഭഗവാനാണ് കാരണം, ഇഷ്ടപ്പെട്ടില്ലേ അതും ഭഗവാനാണേ കാരണം. നോക്കൂ, ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തു വരും? അഹങ്കാരം ഉണ്ടാവും. ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരം വരും. ഈ അഹങ്കാരമാണ് ഭഗവാൻ ആദ്യം ഇല്ലാതാക്കിയത്. അഹങ്കാരം ഇല്ലാതെയാക്കി ഉപാസന രൂപത്തിൽ സമർപ്പിച്ചുകൊണ്ട് നീ ചെയ്യൂ. അതുകൊണ്ടാണ് അർജുനനെ പോലെ വലിയൊരു യോദ്ധാവില്ല. ആ അർജുനനാണ് യുദ്ധം ചെയ്യാൻ നിന്നപ്പോഴേക്കും തകർന്ന് തരിപ്പണായി പോയത്. കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ പദങ്ങളാണ്. ഡിപ്രഷൻ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഡിപ്രഷന്റെ ആദ്യ രൂപം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങ് ദ്വാപരയുഗത്തിൽ ഗാന്ധീവൻ തേർത്തട്ടിൽ നിന്ന് തോളിൽ നിന്ന് താഴ്ന്നു വീണ് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ കണ്ടാൽ മതി. കർമ്മബൗഢ്യം ബാധിച്ചിരിക്കും ഡിപ്രഷൻ ആളുകൾക്ക്. ങ്ങളിൽ അതുണ്ട്, കണ്ടമാനുണ്ട് കേട്ടോ. അന്നമയ കോശം, പ്രാണമയ കോശം തുടങ്ങി ഏറ്റവും ഒടുവിൽ മനോമയ കോശം, ജ്ഞാനമയ കോശം, ഏറ്റവും ഒടുവിൽ ആനന്ദമയ കോശം. ആനന്ദം അന്വേഷിക്കുന്നതൊക്കെ ഇപ്പൊ കുട്ടികൾ ഏതാണ്ടൊക്കെ തിരുമ്മി പിടിച്ച് വായിക്കാത്തും ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ 10 കഷ്ണാക്കി വെട്ടിയിട്ടും അങ്ങനെയാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. നമ്മൾ അവരന്റെ സ്വത്തുക്കളൊക്കെ സംഭരിച്ചു വെച്ചും ഇങ്ങനെ ആനന്ദം കണ്ടെത്താൻ ഓടി നമുക്ക് പ്രാണനും ഇല്ല, മനസ്സുമില്ല. മനസ്സാണ് ആദ്യം നഷ്ടമായി പോകുന്നത്. ഇത് പൂർവസൂരികൾ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്നതെന്തോ അതാണ് നീ. കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്നം ബ്രഹ്മം. നോക്കൂ, തൊട്ടു വന്ദിക്കേണ്ടത് സകലതിനെയും. നേരം വെളുക്കുമ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. കൈയൊന്ന് കൂട്ടിത്തിരുമ്മി കയ്യിലേക്ക് നോക്കൂ, അവിടെ നിനക്ക് ഗോവിന്ദനെയും കാണാം. നാട്ടിക്കിരിപ്പുണ്ട് ഓടക്കുള്ളൂതി ഇങ്ങനെ ചിരിച്ചോണ്ട്. ഈ കൈമേൽ ഗോവിന്ദനുണ്ട് എങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് അഹിതമായത് ചെയ്യാൻ പറ്റില്ല. ഇത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആര് ചൊല്ലുന്നു? നമ്മൾ ചൊല്ലിയിട്ട് വേണ്ടേ? പിള്ളേര് ചൊല്ലിയല്ല ടീച്ചറെ. ഒരുപാട് പേര് എന്നോട് പറയും. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് അവരോട് ചോദിക്കും, നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മളൊന്ന് ചൊല്ലൂ. നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാവും. ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിലും നടക്കുമ്പോ ഇരിക്കുമ്പോ നിൽക്കുമ്പം ചെയ്യുമ്പോഴൊക്കെ നാമം ചൊല്ലിക്കൊള്ളൂ. മന്ത്രമൊന്നും വേണ്ട.